അണക്കരയിൽ 7ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചുവെന്ന് പരാതി. അധ്യാപകൻ മുട്ടിൽ നിർത്തിച്ച് കാലിൽ ചവിട്ടിയെന്നും ചൂരലുകൊണ്ട് അടിച്ചെന്നുമാണ് പരാതി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി വണ്ടൻമേട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആൽവിൻ, ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ്. ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. ഇതിപ്പം നടപടിയായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എങ്ങനെ? സേതു, ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വണ്ടൻമേട് സർക്കാർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെയാണ് അധ്യാപകൻ്റെ ഈ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത് എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് തന്നെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അധ്യാപകൻ ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. കുട്ടി അത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞത് കാലിൽ മുട്ടുകുത്തി നിർത്തി കാലിൽ ചവിട്ടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചെവിക്ക് പിന്നിൽ അടിച്ചു എന്നുള്ളതും കുട്ടി പറയുന്നു. പിന്നീട് ചൂരലെടുത്ത് പുറത്തിന് അടിച്ചു എന്നുള്ളതും കുട്ടി പറയുന്നു. കുട്ടിയുടെ മാതാപിതാക്കളും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ്, വണ്ടൻമേട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മറ്റു കുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും കൂടുതൽ നടപടിയിലേക്ക് പോകുക എന്നുള്ളതാണ് വണ്ടൻമേട് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അധ്യാപകൻ ശിവകുമാറിനെതിരെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാന അധ്യാപകൻ പറയുന്നത്, അധ്യാപകൻ കുട്ടിയോട് ക്ലാസ്സിൽ ഓടി നടന്നപ്പോൾ ബെഞ്ചിൽ കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടി തിരിച്ച് അധ്യാപകനെ മോശമായ രീതിയിൽ സംസാരിച്ചു. അതേ തുടർന്നാണ്, പ്രകോപനത്തിലാണ് അധ്യാപകൻ അത്തരത്തിൽ ഒരു മർദ്ദനമുണ്ടായത്. അത് ചൂരൽ കൊണ്ട് മാത്രമാണ് മർദ്ദിച്ചത്, കൈകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഒന്നും കൊണ്ട് മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന അധ്യാപകൻ പറയുന്നത്. ഏതായാലും ആ പരാതി, കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഓക്കെ ആൽവിൻ, ശരി. ഇപ്പോൾ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് കുഞ്ഞ് കാല് ചെവിക്ക് അടിച്ചു, കാല് ചവിട്ടി, പുറകിട്ടെല്ലാം തള്ളി. എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്റെ കുഞ്ഞൊന്നും ഇവിടെ കിടന്ന് കാറി മൂച്ചി വിട മുടിയില്ല കുഞ്ഞിക്ക്. അപ്പൊ நான் எடுத்துட்டு போய் ஆஸ்பத்திரியில போயப்போல டாக்டரா மொத்த மொழி எடுத்தது. என் குஞ்சினுக்கு வந்தது போல எந்த குஞ்சினுக்கு வரக்கூடாது.